ആത്തിക്ക, നിങ്ങൾ കുറെ നേരമായല്ലോ കടലിൽ നോക്കിയിരിക്കുന്നു. ഭയങ്കര രസമല്ലേ? ഇങ്ങനെ ഈ തെര എണ്ണി ഇരിക്കുമ്പോൾ അതൊരു രസമാണ്, കുറേ മനസ്സമാധാനമാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിക്കുന്നതിനിടയ്ക്കാണ് ക്യാൻസർ എന്ന മാരക രോഗം വന്നുപെടുന്നതെങ്കിൽ മനസ്സൊന്നാകെ പതറിപ്പോകുമോ? സ്വപ്നങ്ങളെയെല്ലാം കുഴിച്ചുമൂടി ജീവിതം അവസാനിച്ചുവെന്ന തോന്നലുണ്ടാകുമോ? കോഴിക്കോട് ചെട്ടിക്കുളം സ്വദേശിനിയായ 60 വയസ്സുകാരി ആത്തിക്കയിൽ അതിനുള്ള ഉത്തരമുണ്ട്. കഴിഞ്ഞ 8 വർഷമായി ക്യാൻസറിനോട് പൊരുതി ജയിച്ച കഥ. ഒരു ചെറിയൊരു മുഴ അവിടെ കണ്ട് അന്നേരം മോനോട് വിവരം പറഞ്ഞു. മൂത്ത മോൻ ഇവിടെ ഉണ്ട്. അന്നേരം മോന് ഡോക്ടർ അടുത്തുണ്ടായി. ഡോക്ടർ ടെസ്റ്റിന് എഴുതി. റിസൾട്ട് കിട്ടിയപ്പോൾ ക്യാൻസറാണ്, 2ാം സ്റ്റേജ് കഴിഞ്ഞിക്കണ്. മയക്ക ഡോക്ടർമാർ 2ആളും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഓല് പറഞ്ഞു നീരൂല, മയക്കത്തുനിന്ന് നീരൂല, നമുക്ക് പേര് വരും, 90% നീരാൻ ചാൻസ് ഇല്ല, അപ്പം നമുക്കിത് ചെയ്യാണ്ട് വിടല്ലേ നല്ലത്. എൻ്റെ മൂപ്പരോട് ഞാൻ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും എനിക്കല്ലേ, ഞാൻ അള്ളാനെ തവക്കലാക്കി ഞാൻ കിടക്കും തിയേറ്ററിൽ. കുറേ ഞാൻ കിടന്നതും കണ്ടതാണ്. അപ്പം ഇതിനായിട്ട് എനിക്ക് അതിനൊരു പേടിയും ബേജാറൊന്നുമില്ല. പടച്ചോന് വിളിക്കുകയാണെങ്കിൽ ഞാൻ പോകും. ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടുന്ന് 21ാമത്തെ ദിവസം കീമോക്ക് കോളേജിലേക്ക് എഴുതി. 8 കീമോ ചെയ്ത് 26 റേഡിയേഷൻ ചെയ്ത്. പിന്നെ ഞാൻ കീമോ കഴിഞ്ഞാൽ ഒരു 8-10 ദിവസമൊക്കെ ഞാൻ ഒരു തലയില്ലാണ്ട് നടക്കും. ഒരു പരിസരബോധം ഉണ്ടാവില്ല, എന്താണ് എവിടെയാണ് അതൊന്നും അറിയില്ല. പിന്നെ അതിനൊക്കെ ഒന്ന് റിക്കവറായി വരണമെങ്കിൽ ഒരു 12-13 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണിയിലേക്ക് ഞാൻ ഇറങ്ങും. എൻ്റെ ചെടി, എൻ്റെ പൂക്കളും, എൻ്റെ പച്ചക്കറികളും, എൻ്റെ പരിസരവും. ആത്തിക്കയോട് യുദ്ധം ചെയ്യാനെത്തിയത് ക്യാൻസർ മാത്രമായിരുന്നില്ല. മാറിടം നീക്കം ചെയ്യുന്നതിന് മുൻപ് തന്നെ ആത്തിക്കയുടെ ശരീരത്തിൽ ശസ്ത്രക്രിയകൾ പലത് നടന്നു. ഫസ്റ്റിൽ വന്നത് ഈ കൈക്ക് ഒരു ഓപ്പറേഷൻ. അത് പിന്നെ പറയാൻ മാത്രമല്ല, ചെറുത് എന്നാലും 3 മാസം കൈ മുടക്കി ഒന്നിനും കഴിയാണ്ട്. പിന്നെ യൂട്രസ് മാറ്റി, കിഡ്നിക്ക് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് വലുതാ, കിഡ്നിമ്മ ഒരു പൊക്കള വരിക. അതൊരു 8 മാസം വരെ നമ്മളെ വയറിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പാടുള്ളൂ. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളും ഇല്ല. 6 മാസം കിടക്കേണ്ടി വന്നു. അപ്പോൾ പേടിയില്ല, ഇനി ക്യാൻസറാ, അള്ളാഹു തന്ന ശരീരം, ജീവിതം പഠിച്ചപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ പോകണ്ടേ. പക്ഷെ മൂലക്ക് കിടക്കാത്തൊരവസ്ഥ വരണേന്നില്ലതാ പഠിച്ചവനോട് എപ്പോഴും ദുആഉള്ളൂ. മനസ്സിനും ശരീരത്തിനും സുഖം തരുന്ന ഉദ്യാനമൊരുക്കിയിട്ടുണ്ട് ആത്തിക്ക. കടലിന്റെ ഉപ്പുരസമുള്ള കാറ്റേറ്റ് എല്ലാ വർഷവും നിറമുള്ള പൂക്കളൊക്കെ വാടിപ്പോകാറുമുണ്ട്. എത്രയൊക്കെ വാടിയാലും വെള്ളവും വളവും നൽകി അതിനെ പരിചരിക്കും. തൻ്റെ അതിജീവനം പോലൊരു ഉദ്യാനം. ആത്തിക്ക അവരുടെ അതിജീവന കഥയും ഉള്ളുലച്ച വേദനകളുമെല്ലാം പറയാറുള്ളത് ഈ കടലിനോടാണ്. കടലെങ്ങനെ ഒഴുകി ഒഴുകി നടക്കും. കടലൊഴുകും പോലെ മനുഷ്യരുടെ സന്തോഷം പരസ്പരം പങ്കുവയ്ക്കപ്പെടട്ടെ. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.